മണ്ണു പറയുന്ന കഥകൾ കേൾക്കാൻ നമുക്കൊരു നിമിഷം മതിയാകും. ആ കഥയിലുണ്ട് അചഞ്ചലമായ പരിശ്രമവും അനന്തമായ പ്രതീക്ഷയും അനുരാഗം നിറഞ്ഞ കയ്യൊപ്പും. നമ്മുടെ പച്ചപ്പിന്റെയും പാവനതയുടെയും നിലാവ് പോലെ ഒരു ദിനം, കേരളപ്പിറവി ദിനം. രാമപുരം മാർഗസീനസ് കോളേജ് ഈ കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ നാടിനെ, മണ്ണിനെ സ്നേഹിക്കുന്ന 3 മഹത്തായ കർഷകരെ ആദരിക്കുന്നു. വിഷരഹിതമായ ഭക്ഷ്യോൽപ്പന്നങ്ങളിലൂടെ നമ്മുടെ മേശകളിൽ ആരോഗ്യം വിതച്ചവർ, ആധുനികതയും പരമ്പരാഗതയും കൂട്ടിച്ചേർത്ത ജൈവ കൃഷിയുടെ മുന്നേറ്റ സേനാനികൾ. ശ്രീ ജോസ് ജോർജ് കരിപ്പാക്കുടി ആധുനിക സാങ്കേതിക വിദ്യകൾ ചേർത്ത് വിഷരഹിത കൃഷിയുടെ മാതൃക തീർത്ത മണ്ണിനോടുള്ള ആഴമുള്ള വിശ്വാസത്തിന്റെ പ്രതീകം. ജോബിൻ ജോസ് മാടവന പുതുതലമുറയിലേക്ക് കൃഷിയുടെ മഹത്വം പകർന്നു നൽകുന്ന യുവ കർഷക പ്രതിഭ. കൈകളിൽ മണ്ണും മനസ്സിൽ സ്വപ്നങ്ങളും ചേർന്ന ഒരാൾ. ശ്രീ ടോം തോമസ് പുളിക്കയിൽ ചാലിൽ പ്രകൃതിയോടുള്ള സ്നേഹം ജീവിതമാക്കി മാറ്റിയ ജൈവ കൃഷിയുടെ വിശ്വസ്ത സഹചാരി. നമുക്ക് ഇവരുടെ കൃഷിയിടങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. എന്റെ പേര് ജോസ് ജോർജ് കരിപ്പാക്കുടി. 62 വയസ്സ് കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ കാർഷിക മേഖല ഉള്ളതായിട്ട് ഒരു 40 വർഷം മെച്ചമായി. പച്ചക്കറി ഉണ്ട്, മറ്റ് കിഴങ്ങുവർഗ്ഗങ്ങളുണ്ട്, പശു വളർത്തലുണ്ട്, കോഴി വളർത്തലുണ്ട്, മീൻ വളർത്തലുണ്ട്, ചെറുതാൻ്റെ പരിപാടിയുണ്ട്. പിന്നെ സംഗതി അത്യാവശ്യം സംഗതി പൂപ്പൊടി ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. എല്ലാം വെണ്ടയുണ്ട്, ചീരയുണ്ട്, പയറുണ്ട്, പാവലുണ്ട്, കോവലുണ്ട്, പടവലമുണ്ട്, തീച്ചിലുണ്ട്, ഏത്തവാഴ കൃഷിയുണ്ട്. നമ്മുടെ കൂടെ ഉള്ളത് ജോയ്സേട്ടനാണ്. അപ്പം ചേട്ടന്റെ കൃഷി രീതികളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇതിപ്പോ വെണ്ടയാണ്. ഇത് നമ്മൾ ഇളക്കി ഏരി മാടും, ജൈവവളം ഇട്ട് ഏരി മാടിയിട്ട് ഈ മൾട്ടി ഷീറ്റ് ഇട്ട് ഈ തുള്ളി നനയുടെ ഇത് ഇടും. അത് കഴിഞ്ഞ് ഗ്രോ ബാഗിനകത്ത് ട്രേക്കകത്ത് പാകി നിർത്തും. ഈ സാധനം ഒരു 10 ദിവസം നിർത്തിയതിന് ശേഷം ഓരോ ഇങ്ങോട്ടും എടുത്തു നടും. അല്ലാതെ നമ്മൾ നേരിട്ട് നട്ട് ഒത്തിരി നഷ്ടം വരുന്നില്ല. ഏതൊക്കെ തരങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഇതിനകത്ത് കോഴിവളമുണ്ട്, ചാണകപ്പൊടിയുണ്ട്, എല്ലുപൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റു വളം രാസവളമായിട്ട് ചെറുപ്പത്തിൽ രാസവളം ഇത്തിരി ഒഴിച്ച് കൊടുത്താലേ ഈ വെണ്ട കയറി വരത്തുള്ളൂ. കയറി വന്നു കഴിയുമ്പോൾ പിന്നെ ഇലവളം കൊടുക്കാറുണ്ട്. നാനോ യൂറിയ വെള്ളത്തിൽ കലക്കി ഫിൽറ്റർ കൊടുത്ത് സ്പ്രേ അടിച്ചു കൊടുക്കും. പറ്റുന്നിടത്തോളം കീടനാശിനി നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ ഉപയോഗം കഴിഞ്ഞ് മാത്രമുള്ളത് കൊടുക്കാനുള്ള ഇതേ ഉള്ളൂ. അടുത്ത് പാവലുണ്ട്, പടവലമുണ്ട്, ഈച്ചിലുണ്ട്, വഴുതനയുണ്ട്, പയറുണ്ട്, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഇതാണ് ഒറിജിനൽ ചെറുത്. യാതൊരു മഴയോ ഒന്നുമില്ല. പഴയ ഇതുമായി ഇതിന്റെ എല്ലാം ഇനി ഞാൻ തന്നെ നോക്കിയാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എല്ലാം ചെയ്തു തരുന്നവനാണ്. കൂട്ടുക, ഏരി മാടുക, സാധനങ്ങൾ മട്ടിച്ചിട്ടിടുക, തൊഴിലാണ് കുടിക്കുക, അതിന്റെ എല്ലാം പിന്നെ സംരക്ഷിക്കുക വിളവെടുക്കുക തന്നെയാണ്. കുറച്ച് ഈ കരകൗശല പരിപാടിയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചെയ്തൊരു സാധനമാണ് ഇത്. മുളങ്കമ്പല്, അതുപോലെ തന്നെ ഇത് ആനയുടെ വേരാണ് മുകളില് ആ ഒരു സ്ട്രക്ചറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ പേര് ജോബിൻ. ഞാനിപ്പോ കൃഷിയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. എല്ലാ കൂട്ടം കൃഷിയുണ്ട്. വാഴ, കുരുമുളക്, ഫ്രൂട്ട്സ് പ്ലാന്റ്സ്, റബ്ബർ, പച്ചക്കറികൾ, സീസണലായിട്ടാണ് ചെയ്യുന്നത്. പച്ചക്കറി അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. പ്രധാന കൃഷികൾ റബ്ബർ, കപ്പ ഒക്കെ ആയിരുന്നു. ഏതൊക്കെ വളമാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ കോഴിവളം ഉപയോഗിക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് കോഴിവളം ഉപയോഗിക്കുന്നുണ്ട്. കാലിവളം അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ രാസവളം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഈ ചാണകമൊക്കെ പുളിപ്പിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വേപ്പും പിണ്ണാക്ക്, കടൽ പിണ്ണാക്ക് ഇതെല്ലാം ഇട്ട് പുളിപ്പിച്ചൊഴിക്കുന്നൊരു കൃഷി രീതിയാണ്.
സമ്മിശ്ര കൃഷി റബ്ബറിന്റെ ഇടയ്ക്ക് ഞാൻ റബ്ബറിനകത്ത് ഇടവിള കൃഷിയായിട്ട് കാപ്പി കൃഷി ചെയ്തിരിക്കുന്നത്. ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയുടെ ഇടയ്ക്ക് നമ്മൾ വാഴ നടാനുള്ള സ്ഥലം ഇട്ടിട്ടാണ് ഇഞ്ചി നട്ടത്. അപ്പം ഇഞ്ചി ഒരു 3/4 പ്രായമായപ്പോഴത്തേന് വാഴ നട്ടു. അതിന്റെ ഇടയ്ക്ക് ചെറുകിഴങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ കാച്ചില് മരം ഉള്ളിടത്തെല്ലാം കാച്ചിൽ നട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 500 1000 എണ്ണത്തോളം കാച്ചിൽ നട്ടിട്ടുണ്ട്. അത് നമുക്ക് കാണാം. നമ്മുടെ മീൻകുളം, ഇതിനകത്ത് പ്രധാനമായിട്ടും ഗൗരയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഗൗരയുണ്ട്, തിലോപ്പിയ ഉണ്ട്, 5-6 വാളയുണ്ട്. ഇത് ഈച്ച കയറി ഇറങ്ങി ചെയ്യുന്നുണ്ട്. ഞാൻ ഓടിച്ചു നോക്കാം. ഇവിടെ കപ്പകൃഷിയാണ് ഇത്. എല്ലാ വർഷവും വലിയ കുഴപ്പമില്ലാതെ വിളവ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വിലയും കിട്ടുന്നുണ്ട്. ജലസേചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കുളമാണിത്, പടുതാക്കുളം. നമുക്ക് ഇതുപോലെ 3 കുളമുണ്ട്. ആ 3 കുളത്തിലെ വെള്ളം കൊണ്ടാണ് നമ്മുടെ കൃഷി നടക്കുന്നത്. എൻ്റെ പേര് ടോം തോമസ് എന്നാണ്, പുളിക്കിച്ചാലിൽ. ഞാൻ 5-6 വർഷമായിട്ട് കൃഷികളിൽ ചെറുതായിട്ട് ഇങ്ങനെ നേരത്തെ ഇത്ര വിപുലമായിട്ടില്ലായിരുന്നു കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ കപ്പയും വാഴ പിന്നെ പച്ചക്കറികളാണ് ചെയ്യുന്നത്. ഇപ്പം 2200 വാഴ നട്ടിട്ടുണ്ട്. പിന്നെ 4 ഏക്കർ സ്ഥലത്ത് കപ്പ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ വാഴ ഇട്ടപ്പോൾ ഇപ്പോൾ നട്ട കൂട്ടത്തിൽ തന്നെ പയറുകളുണ്ടായിരുന്നു. എല്ലാത്ത ചൂടിലും ഇതെല്ലാം നനച്ച് ആ കൂട്ടത്തിൽ വാഴയും നനഞ്ഞ് പയറും നനഞ്ഞ് അങ്ങനെ പയറിന് നല്ല വിളവ് കിട്ടിയതായിരുന്നു. ഇപ്പം വാഴ വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ശുശ്രൂഷകൾ വന്നാൽ പിന്നെ പച്ചക്കറി, പിന്നെ ഇപ്പോൾ ഇഷ്ടത്തെ കാലാവസ്ഥയൊക്കെ ആയിട്ട് പച്ചക്കറി കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. കപ്പയും വാഴയാണ് ഇപ്പം പ്രധാനമായിട്ടുള്ള കൃഷി. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കൃഷിയുടെ ലാഭവും കാര്യങ്ങളെ പറ്റി ഒന്ന് പറയാമോ? കൃഷി ഇപ്പം വാഴയും കപ്പയൊക്കെ കൂടുതലായിട്ട് ലാഭം നമുക്ക് വരുന്നത്. പച്ചക്കറികൾ അത്ര ലാഭകരമല്ല. അതിപ്പോൾ ഓരോ സീസൺ അനുസരിച്ചാണ്. കഴിഞ്ഞ വർഷം ലാഭമായിരുന്നു. അതിന് മുമ്പത്തെ വർഷം പക്ഷേ പച്ചക്കറികൾ, പയർ അങ്ങനെയുള്ളതൊക്കെ അത്ര ലാഭകരമല്ലായിരുന്നു. അപ്പോൾ കൂടുതലും ധൈര്യമായിട്ട് ചെയ്യാവുന്നത് കുറച്ച് കപ്പയും വാഴയൊക്കെയാണ് ധൈര്യമായിട്ട് ചെയ്യാൻ. നമുക്ക് ലാഭമല്ലെങ്കിൽ പിന്നെ കൃഷിയിലൊന്നും മുന്നോട്ട് പോയിരുന്നു. വളങ്ങൾ പലതരത്തിൽ വളങ്ങൾ ഉപയോഗിക്കും. നമ്മൾ ഇതിൽ ഈ പ്രധാനമായിട്ട് നമ്മൾ 15 ദിവസം കൂടും. ഇത് 6 മാസം വാഴയാണ്. അപ്പം ഇത് 15 ദിവസം വളം ചെയ്യണം. അപ്പോൾ നമ്മൾ പലതരം വളങ്ങൾ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ കുമരകത്ത് പോയി അയ്യൂർ എന്ന് പറഞ്ഞൊരു തേസിസ് ഇതുണ്ട്. അത് നട്ട് 1 മാസം കഴിഞ്ഞപ്പോഴും കൊലയ്ക്കുന്നതിന് 1 മാസം മുമ്പും ആയിട്ട് ഇത് 2 പ്രാവശ്യമായിട്ട് നമ്മൾ ഈ അയ്യൂർ എന്ന് പറഞ്ഞ വരുന്നത്. അത് രാസമുല അങ്ങനെ ഒരു പ്രത്യേക പേര് ഞാൻ പറഞ്ഞത്. അതൊരു പ്രത്യേക ഇതാണ്. അതുകൂടെ പ്രത്യേക വളമാണ്, അത് രാസവളമല്ല. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് വാഴ ഇത് കാണാൻ നന്നായിട്ട് തടിച്ച് ഇതായിട്ട് വരും. അതനുസരിച്ച് കൊലയും ഇതായി. വാഴകൾ പ്രധാനമായിട്ടും ഈ 6 മാസം വരുന്ന കുള്ളം വാഴയും പിന്നെ സാധാരണ നിലമ്പൂർ വാഴ എന്ന് പറഞ്ഞ വാഴയാണ് വരുന്നത്. ഇപ്പം നമ്മൾ 6 മാസം വാഴയാണെന്ന് വിചാരിച്ച് ഞാനിവിടെ നട്ടത് മുഴുവൻ ഇച്ചിരി വലിയ സൈസ് വാഴയായിപ്പോയി. അത് ഒരു സ്വർണ്ണമുഖിയാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ എങ്കിലും പെട്ടെന്ന് വളം ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് അതിൻ്റെ ഒരു വർഷത്തിനുള്ളിൽ കൊലച്ചു. നല്ല കൊലയാണ്. 8 പടലയൊക്കെ ഉള്ളൊരു 26 കിലോ അങ്ങനെയൊക്കെ ശരാശരി ഉള്ളൊരു കൊലയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലാഭമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഗവൺമെന്റിന്റെ സപ്പോർട്ടുകളിലേക്ക് നമ്മൾ ആദ്യം സബ്സിഡി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യം ഇത് തുടങ്ങിയായിരുന്നു. 10 രൂപ വെച്ച് ഒരു വാഴയ്ക്ക് തരുമെന്ന് ഒക്കെ പറഞ്ഞായിരുന്നു. അതിന് നമ്മൾ അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അവർ പറഞ്ഞു ഇപ്പോൾ ഈ വർഷം രാമപുരത്ത് വാഴയ്ക്ക് അപേക്ഷകർ കൂടുതലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതുവരെ ഒന്നും തന്നില്ല. ഇവരുടെ കൈകളിൽ വളരുന്നത് ഭക്ഷണം മാത്രമല്ല, പ്രതീക്ഷയാണ്. ആരോഗ്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വിത്തുകളാണ്. ഇന്നത്തെ ഈ ആദരം മണ്ണിനോടും മനുഷ്യനോടുമുള്ള നന്ദിയുടെ ശബ്ദമാണ്. കാരണം കർഷകൻ വിതയ്ക്കുന്നത് ധാന്യം മാത്രമല്ല, ജീവിതമാണ്, ഭാവിയാണ്. കേരളപ്പിറവി ദിനാശംസകളോടെ രാമപുരം മാർ അഗസ്തീനോസ് കോളേജ് മണ്ണിന്റെ മക്കളെ ഏറ്റവും ഹൃദ്യപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു.